ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സും ട്രിക്സും ഒക്കെയാണ്. നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടി നമുക്ക് നമ്മുടേതായ കുറച്ച് പൊടിക്കൈകളൊക്കെ വേണ്ടേ. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചിന്തിക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ കിച്ചണിലെ പണി തീർക്കാം, അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ജോലിയെല്ലാം തീർത്തു വെക്കാം എന്നുള്ളതാണ്. ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാൻ പാടില്ലാത്തവരും അല്ലെങ്കിൽ കുക്കിംഗ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ചിലപ്പം ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് പപ്പടം. ഇപ്പം നമ്മൾ ഒരു പാക്കറ്റിൽ ഒരുപാട് ക്വാണ്ടിറ്റി പപ്പടം ഉണ്ടാവും. പക്ഷെ നമ്മളത് ഉപയോഗിച്ചിട്ട് വീണ്ടും എടുത്ത് വെക്കുമ്പോൾ അതിന് ഭയങ്കര ചുമപ്പ് കളറായിരിക്കും വരിക. ചിലപ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഉള്ള ഒന്നാണ് ഉലുവ. ആ ഉലുവ കുറച്ച് ഈ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ബോക്സ് നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പം ഈ പപ്പടം തണുക്കുകയില്ല, ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല, ചുവപ്പ് കളറും ഉണ്ടാവില്ല. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത്, നമ്മൾ മിക്കപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറിക്ക് കുറച്ച് ഉപ്പ് കൂടും. ആ ഉപ്പ് കൂടുന്ന സമയത്ത് ഇതുപോലെ സവാള ചെറുതായിട്ട് അല്ലെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഈ കറിയിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് പൊട്ടറ്റോ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ എല്ലാ കറിക്കും പൊട്ടറ്റോയുടെ ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ സവാള ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ സവാള കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഈ സവാളയിലേക്ക് ഈ ഉപ്പ് മുഴുവനായിട്ടും പിടിക്കും. അതിനുശേഷം നോക്കുക കറക്റ്റ് ഉപ്പായോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സവാള എടുത്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വിനാഗിരി ഉണ്ടാകും. നമ്മൾ മീനൊക്കെ കഴുകുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇതുപോലെ മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മീൻ ഫ്രീസറിൽ കൊണ്ടുവെക്കുന്നത് ഡയറക്റ്റ് വെക്കാതെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മീൻ കുറച്ചും കൂടി ദിവസം നന്നായിട്ടിരിക്കും. കേടൊന്നും കൂടാതെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുപോലെ ഫ്ലാസ്ക് പോലുള്ള വാട്ടർ ബോട്ടിലില്ലേ, അപ്പോൾ നമുക്ക് ഇത്രയും നീളമുള്ളതൊക്കെ കഴുകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ബ്രഷ് വെച്ചൊക്കെ കഴുകിയാൽ ആ ബ്രഷ് അതിനുള്ളിലേക്ക് പോകില്ല. അതിനുവേണ്ടി നമ്മൾ കുറച്ച് അരി എടുക്കുക. അത് ഏത് അരിയായാലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പായാൽ അത്രയും നല്ലത്. ഇത് രണ്ടും ഇട്ട ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കഴുകിയെടുത്താൽ കുപ്പിക്ക് നല്ല വൃത്തിയായിരിക്കും. ഇനി അടുത്തത്, നമ്മളെല്ലാവരും മുട്ട പൊരിക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിക്കില്ലേ, അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് മിക്കപ്പോഴും മുട്ടയുടെ ചെറിയ പീസസ് ഈ പാത്രത്തിലേക്ക് വീണിട്ടുണ്ടാവും. അത് നമ്മൾ കൈകൊണ്ട് എടുക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും നടക്കില്ല. മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കത് ഈസി ആയിട്ട് ഈ മുട്ടയുടെ തോട് കൊണ്ട് തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ മുട്ട നന്നായിട്ട് കഴുകാൻ മറക്കരുത്. കഴുകാതെ ഈ മുട്ടയുടെ തോടെടുത്ത് ഇതിലേക്ക് ഇടരുത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ മിക്സിയുടെയൊക്കെ ബ്ലേഡിൻ്റെ മൂർച്ച കുറയില്ലേ, ആ സമയത്ത് നമുക്ക് അതിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുക്കുക. ഈ മുട്ടത്തോട് ഒരു 3-4 മുട്ടത്തോട് ഇട്ട ശേഷം നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഈ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും. അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്താലും ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പപ്പടം കാച്ചിട്ട് ബാക്കി വരുന്ന എണ്ണ, മീൻ വറുത്തതിൻ്റെ ബാക്കി എണ്ണ നമ്മൾ ഡയറക്റ്റ് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. ചിലരൊക്കെ പപ്പടം കാച്ചുന്ന വെളിച്ചെണ്ണ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാത്തവർ, ഞാൻ പലപ്പോഴും ഡയറക്റ്റ് സിങ്കിലേക്ക് ഒഴിക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇത് നന്നായിട്ട് തുടച്ചു മാറ്റുക. നല്ല വൃത്തിയിൽ ഈ എണ്ണ മുഴുവൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കണം. അതിനുശേഷം മാത്രം പാത്രം കഴുകിയെടുക്കുക. കാരണം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തണുപ്പ് സമയത്ത് വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ഉറയും. അങ്ങനായാൽ നമ്മുടെ സിങ്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവുകയും ചെയ്യും. ഇനി അടുത്തത്, നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോസ് നമ്മൾ വളരെ വൃത്തിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കുരുക്കളും തലയിൽ താരനും ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പം നമുക്കതെങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബക്കറ്റിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെയൊക്കെ പില്ലോ കുറച്ച് നാൾ യൂസ് ചെയ്ത ശേഷം അത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പം ഞാൻ കഴുകിയെടുക്കാറുണ്ട്. ഇനി ഈ ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പില്ലോസൊക്കെ കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. കൂടുതലും പില്ലോസിലൊക്കെ ധാരാളം എണ്ണമയം ഉണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തലയണ മുക്കി വെക്കാം. ഇപ്പം ഈ വെള്ളത്തിന് നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കമ്പിയോ കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം, നല്ല ചൂടാണെങ്കിൽ അതിലേക്ക് കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തലയണയുടെ എല്ലാ ഭാഗത്തും സോപ്പ് പൊടിയൊക്കെ എത്തുന്നതിന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം പില്ലോയിലേക്ക് എല്ലാ വെള്ളവും പിടിച്ചിട്ടുണ്ട്. ഇപ്പം നോക്കിയേ, ആ അഴുക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഇത് കഴുകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് വാഷിംഗ് മെഷീനിലേക്ക് ഇടുകയാണെങ്കിലോ ഇത്രയധികം വൃത്തിയാവില്ല. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഈ പില്ലോ ഈ വെള്ളത്തിൽ മുക്കി വെക്കണം. ഇതേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിനകത്തുനിന്ന് എത്രമാത്രം അഴുക്ക് പോയിട്ടുണ്ടെന്ന്. ഇനി ഞാൻ ഈ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ ശേഷം ഇത് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിപ്പം ഫ്ലാറ്റിലായതുകൊണ്ട് ഇത് വാഷ് ചെയ്യാൻ, കൈകൊണ്ട് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മെഷീനിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ സോപ്പ് പൊടിയല്ലേ മുക്കി വെച്ചത്. അപ്പം ഇനി കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കംഫർട്ടൊക്കെ ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് കിട്ടും. ഞാനിപ്പോൾ ഇത് ഡെലിക്കേറ്റ് ഓപ്ഷനിലാണ് ഇടുന്നത്. നമ്മൾ പില്ലോസ് സോപ്പ് പൊടി മുക്കി വെക്കുന്ന സമയത്ത് വലിയ പാത്രമാണെങ്കിൽ നമുക്ക് 2 പില്ലോസ് വെച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഡെലിക്കേറ്റ് ഓപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം എത്രയാണോ വേണ്ടത് ആ ഒരു ഓപ്ഷനും കൂടി ഇട്ടിട്ട് ഇത് ഓൺ ചെയ്യാം. ഇപ്പം ഇതാ വാഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുഖത്തൊക്കെ കുരുക്കൾ വരുന്നതിൻ്റെ മെയിൻ കാരണം തലയിലെ താരനും ഇതുപോലെ പില്ലോസിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പില്ലോസും ബെഡ്ഷീറ്റും ഒക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ വാഷിങ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇപ്പം ദാ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പം ദാ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. ഞാനിപ്പോൾ ബാൽക്കണിയിലാണ് ഉണങ്ങാൻ വെച്ചത്. ഞാനിത് നൈറ്റാണ് കഴുകിയത്. പിറ്റേ ദിവസം നൈറ്റ് ആയപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടി. നമ്മൾ ഉണങ്ങാൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇതിൻ്റെ പഞ്ഞി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതിനകത്ത് പഞ്ഞി ഉണ്ട കെട്ടി നിൽക്കും. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ പഞ്ഞി പിച്ചി ഇടത്തില്ല, അതുപോലെ ഈ തുണിയുടെ അകത്തൂടെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും, ഉണ്ട കെട്ടത്തുമില്ല. നമ്മളൊരു 2-3 ദിവസം കിടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സൈഡിൽ പഞ്ഞി ഒരുപാടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബായ്.